തുടങ്ങാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम्. वन्देऽहं श्रीगुरून् श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च नमः. ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे नमः. विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयप्रकाश स्वामिनिति नामिने नमः. आचार्य पादाय निताय कृपा प्रदायिने गौरकथाधामदाय नगर ग्राम तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासदि गौर भक्तवृंद. हरे कृष्णा 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 हरे 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 राम 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 हरे हरे. हरे कृष्णा. ശ്രീ ദ്വാദശി തിഥിക്ക് ജയ. ഇന്നലെ ഏകാദശി ആയിരുന്നു, ഇന്ന് ദ്വാദശി. ഈ ദ്വാദശിയുടെ കൂടെ ഇന്ന് ഒരു വളരെ സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമ്മുടെ വൈഷ്ണവ ആചാര്യന്മാരിൽ ഒരാൾ വൃന്ദാവൻ ദാസ് ഠാക്കൂർ, അദ്ദേഹത്തിന്റെ ആവിർഭാവ ദിവസം, അദ്ദേഹം ഈ ഭൂമിയിൽ ജനിച്ച് അവതാരം എടുത്ത ആ തിഥിയാണ് ഇന്ന്. സോ വൃന്ദാവൻ ദാസ് ഠാക്കൂർ, അതാണ് അദ്ദേഹത്തിന്റെ പേര്. സോ നമ്മുടെ നോർമൽ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി നേരം വൃന്ദാവൻ ദാസിനെ കുറിച്ച് കേൾക്കാം. ഓക്കെ. സോ ലാസ്റ്റ് ശനിയാഴ്ച നമ്മൾ എന്താ കേട്ടത്? എന്ത് ഡിസ്കഷൻ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ? ആരെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്? അദ്വൈതാചാര്യനെ കുറിച്ച്. താങ്ക് യു. അദ്വൈതാചാര്യനെ കുറിച്ച് എന്തൊക്കെ ഓർമ്മയുണ്ട്? എല്ലാവരും ഓരോരോ പോയിന്റ് പറയട്ടെ. മഹാദേവന്റെയും കൃഷ്ണന്റെയും അവതാരം അങ്ങനെ മാതാജി. മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും അവതാരം കൃഷ്ണന്റെ ഒരു അംശമാണ്. വെരി നൈസ്. താങ്ക് യു മാതാജി. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് പറയാനുണ്ടോ? നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അദ്വൈതാചാര്യ എന്താ ചെയ്തിട്ടുള്ളത്? അദ്വൈതാചാര്യ എന്ത് ഇമ്പോർട്ടന്റ് സർവീസ് ആണ് ചെയ്തത്? ഹരേ കൃഷ്ണ. പ്രാർത്ഥന കൊണ്ടാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കിട്ടി. അദ്ദേഹം എങ്ങനെ പ്രാർത്ഥിച്ചു? കറക്റ്റ്. അദ്ദേഹം പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അവതാരം ചെയ്തത്. പക്ഷെ അദ്ദേഹം എന്തിനാ ആൻഡ് എങ്ങനെ പ്രാർത്ഥിച്ചു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ?
ഭാഗവത കഥയാണോ മാതാജി? ഉം ഭാഗവത കഥ പ്രാർത്ഥിച്ചു പഠിപ്പിച്ചു അല്ലേ? വേറെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ശാലിഗ്രാം ശീല ഭഗവാനും അദ്ദേഹവും തമ്മിൽ വ്യത്യാസമില്ല, ഒന്ന് തന്നെ അതല്ലേ പ്രഭുജി മാതാജി? അദ്വൈതാചാര്യ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതാരം എടുത്തത്. പക്ഷെ അദ്വൈതാചാര്യ എങ്ങനെ പ്രാർത്ഥിച്ചു? എന്താണ് അദ്ദേഹം ഓഫർ ചെയ്തത്? അദ്ദേഹം സാളഗ്രാമവും തുളസിയും ഗംഗാജലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. താങ്ക് യു പ്രഭു, താങ്ക് യു വെരി മച്ച്. കറക്റ്റ്. അദ്ദേഹം ഗംഗാജലവും തുളസി പത്രവും വെച്ച് പ്രാർത്ഥിച്ചു. ബിക്കോസ് അദ്ദേഹം ശാസ്ത്രത്തിൽ വായിച്ചിരുന്നു, ഒരു ശ്ലോകമുണ്ട് ശാസ്ത്രത്തിൽ, തുളസി പത്രവും ഗംഗാജലവും വെച്ച് ശാലിഗ്രാം ശ്രീരായനെ പൂജ ചെയ്താൽ അപ്പോ ഭഗവാൻ അദ്ദേഹം എന്ത് പറയുന്നോ അത് അനുസരിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് ഭഗവാനിന് തുളസിയും ഗംഗാജലവും. അതുകൊണ്ട് അത് വായിച്ചിട്ട് ആ ഒരു ശ്ലോകത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ അദ്ദേഹം ഇത് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഉറക്കെ വിളിക്കുകയായിരുന്നു, ഹേ കൃഷ്ണ, ഹേ രാധാറാണി, പ്ലീസ് നിങ്ങൾ അവതാരം ചെയ്യൂ, നിങ്ങൾ അവതാരം ചെയ്തിട്ട് ഈ ഭൂലോകത്തിന് ഉദ്ധാരം ചെയ്യണം എന്നെ ഉറക്കെ അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത് ചെയ്താണ് നമ്മുടെ ചൈതന്യ മഹാപ്രഭു അവതാരം ചെയ്തത്. താങ്ക് യു. പിന്നെ അദ്വൈതാചാര്യ, അദ്ദേഹത്തിന്റെ അമ്മ അച്ഛൻ ഇട്ട പേരെന്താണ്? കമലാക്ഷ. കമലാക്ഷ. നൈസ്. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും പോയിന്റ് ഓർമ്മയുണ്ട് എല്ലാവർക്കും? ആർക്കെങ്കിലും? സോറി, ശാന്തിപൂർ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ശാന്തിപൂർ ജനിച്ചതില്ല, ബംഗ്ലാദേശിൽ പണതീർത്ഥ എന്ന ഒരു സ്ഥലത്താണ് ജനിച്ചത്. ജനിച്ചത്. മറ്റേതിന്റെ പ്രാധാന്യം എന്താ മാതാജി? പിന്നീട് അദ്ദേഹം ശാന്തിപൂരിലാണ് വിവാഹം കഴിച്ച് ഇവിടെ താമസിച്ചത്. ശാന്തിപൂർ നമ്മുടെ നവദ്വീപിൽ, വെസ്റ്റ് ബംഗാളിന്റെ അകത്ത്, നവദ്വീപ് ഡാമിന്റെ അടുത്താണ്, മായാപൂരിന്റെ അടുത്ത്. അവിടെ അദ്ദേഹം പിന്നീട് വന്ന് താമസിച്ചു ഇവിടെ. സോ ശാന്തിപൂരാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിന് വൈഫും മക്കളൊക്കെ ആയിട്ട് അദ്ദേഹം വീട് വെച്ചത് ശാന്തിപൂരിലായിരുന്നു. ഓക്കെ, വെരി നൈസ്. സോ ഇന്ന് നമുക്ക് അദ്വൈതാചാര്യനെ കുറിച്ച് തന്നെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു അദ്വൈതാചാര്യന്റെ 2 ഇമ്പോർട്ടന്റ് ലീല, അദ്ദേഹത്തിന്റെ ಇನ್ನೂ 2 സ്റ്റോറി ഉണ്ട്, അത് നമുക്ക് കേൾക്കാം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതും ഡിസ്കസ് ചെയ്തിരുന്നു. ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ അദ്വൈതാചാര്യ പറഞ്ഞ് അവതാരം എടുത്ത ശേഷം നിമായായിട്ട്, ചെറിയ കുട്ടിയായിട്ട് ഈ മായാപൂരിൽ ജനിച്ചപ്പോൾ നമ്മുടെ അദ്വൈതാചാര്യന്റെ വൈഫ് സീതാ ഠാക്കൂറാണി, അദ്ദേഹം എല്ലാ ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിരുന്നു. ആൻഡ് അതുപോലെ അങ്ങനെ സീതാ ഠാക്കൂറാണിയും അദ്വൈതാചാര്യവും നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിന് ചെറിയ കുട്ടി ജനിച്ചപ്പോ തൊട്ട് കാണുന്നുണ്ട്, അവരുടെ ലീലകളൊക്കെ കാണുന്നുണ്ട്, അതിലെല്ലാ അസിസ്റ്റൻസും ചെയ്യുന്നുണ്ട്. സോ അതുപോലെ ഇവിടെ വളർന്നു വരുന്ന സമയത്ത് ശാന്തിപൂരിൽ അദ്വൈതാചാര്യ ഉണ്ടായിരുന്നു. നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ കേട്ട പോലെ അദ്വൈതാചാര്യ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ, എല്ലാ ബ്രാഹ്മണത്തിലും ശ്രേഷ്ഠമായ ഒരു ബ്രാഹ്മണ ശിരോമണി, അങ്ങനെയായിരുന്നു ശാന്തിപൂരിൽ. വളരെ അരിസ്റ്റോക്രാറ്റിക് ഫാമിലി, ഒരു രാജവംശത്തിനെ പോലെ, രാജവംശം അല്ല പക്ഷെ അതുപോലെ ഒരു സ്റ്റേറ്റസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ശാന്തിപൂർ എന്ന പറയുന്ന ആ ഗ്രാമം തന്നെ വളരെ ഒരു കൾച്ചറലി വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്. ഇന്നും അതുപോലെ തന്നെയാണ് ശാന്തിപൂർ എന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങളൊക്കെ, അവിടുത്തെ പീപ്പിളൊക്കെ വളരെ കൾച്ചേർഡും വളരെ ജെന്റിൽമാൻ, വളരെ ഹൈ ക്ലാസ് പീപ്പിൾ ആണ്. സോ ആ സമയത്ത് ഇന്നും അത് ഫേമസ് ആയിരുന്നു. ആൻഡ് അതുപോലുള്ള ആ ശാന്തിപൂർ നഗരത്തിൽ നമ്മുടെ അദ്വൈതാചാര്യ ആയിരുന്നു ഹെഡ് ബ്രാഹ്മണ. ശാന്തിപൂർ നായക എന്ന അദ്ദേഹത്തിന് ഒരു പേരുണ്ട്. അതായത് ശാന്തിപൂരിൽ അദ്ദേഹം ഒരു ഹീറോ ആയിരുന്നു.
സോ വളരെ ഹൈ ക്ലാസ് പേഴ്സൺ ആയിരുന്നു അദ്വൈതാചാര്യ. ശാസ്ത്രത്തിൽ വിദ്വാൻ, അതുപോലെ തന്നെ എല്ലാവരോടും പെരുമാറുന്ന രീതിയിൽ വളരെ സോഫ്റ്റ്, ജെന്റിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്. സോ എല്ലാവർക്കും ഒരു എക്സാമ്പിൾ പോലെയാണ് അദ്വൈതാചാര്യ. ആ സമയത്ത് എല്ലാ വൈഷ്ണവന്മാർ, എല്ലാ ബ്രാഹ്മണന്മാർ, എല്ലാ പണ്ഡിതന്മാർ എല്ലാവരും അദ്ദേഹത്തിനെ നോക്കും, അദ്ദേഹത്തിനെ പോലെ ആവണം. അങ്ങനെ ഒരു റോൾ മോഡൽ ആയിരുന്നു അദ്വൈതാചാര്യ. സോ ആ സമയത്ത് അവിടെ നമ്മുടെ ഹരിദാസ് ഠാക്കൂർ, അദ്ദേഹം ശാന്തിപൂരിലേക്ക് താമസിക്കാൻ വന്നിരുന്നു. ഇപ്പൊ ഹരിദാസ് ഠാക്കൂർ ആരാണ്? ഹരിദാസ് ഠാക്കൂർ അദ്ദേഹം ബ്രഹ്മാജിയുടെ ഒരു അവതാരമാണ്. പക്ഷെ അദ്ദേഹം ഹരിദാസ് ഠാക്കൂറായിട്ട് അവതാരം ചെയ്തപ്പോൾ അദ്ദേഹം ഒരു മുസ്ലിം ഫാമിലിയിലാണ് ജനിച്ചത്. മുസ്ലിം ഫാമിലി ജനിച്ച് പിന്നെ അദ്ദേഹം ഹരിനാമം പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മുസ്ലിം റിലേറ്റീവ്സും ഫാമിലിയും ഒക്കെ അവിടുത്തെ ആൾക്കാരൊക്കെ അദ്ദേഹത്തിനെ ബഹിഷ്കാരം ചെയ്തു. മുസ്ലിം ആയിട്ട് ജനിച്ചിട്ട് നീ എന്താ ഹരി ഹരി എന്ന് പറയുന്നത്, കൃഷ്ണ ഹരിനാമം പറയുന്നത്, ഇത് ശരിയല്ല എന്ന് അവരെ വീട് വിട്ട് ബഹിഷ്കാരം ചെയ്തു. അപ്പോ അദ്ദേഹം ഹരിദാസ് എന്ന പേര് കിട്ടി. ബിക്കോസ് എപ്പോഴും ഹരി ഹരി എന്ന് ഹരിനാമം പറയുന്നത് കൊണ്ട് ഹരിദാസ് എന്ന പേര് കിട്ടി. ഇപ്പോ അദ്ദേഹം ഒരു മുസ്ലിം ഫാമിലി ജനിച്ചത് കൊണ്ട് നമ്മുടെ ഈ ഹിന്ദുക്കളും അദ്ദേഹത്തിനെ സ്വീകരിച്ചില്ല. ഇത് ഒരു മ്ലേച്ഛ ജാതിയാണ്, ഇവർ ഹരിനാമം പറഞ്ഞ ഇവർ നമ്മുടെ സൈഡ് വരോ, അതുകൊണ്ട് അവരും അദ്ദേഹത്തിനെ തിരസ്കരിച്ചു. അതുകൊണ്ട് മുസ്ലിംന്റെ സൈഡിലും അദ്ദേഹത്തിന് സ്ഥലമില്ല. ഹിന്ദുക്കളും അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ ജാതി നോക്കി പെരുമാറുന്നവരൊക്കെ അദ്ദേഹത്തിനെ റിജക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഹരിദാസ്. പക്ഷേ ഭക്തിയുടെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കിയാൽ അദ്ദേഹം ഒരു വളരെ ശ്രേഷ്ഠ ഭക്തനായിരുന്നു. എപ്പോഴും അദ്ദേഹം ഹരിനാമം മാത്രമേ പറയൂ. അദ്ദേഹത്തിന്റെ ചിന്ത മുഴുവനും ഹരിനാമത്തിലായിരുന്നു. എല്ലാവർക്കും പ്രചാരം ചെയ്തുകൊണ്ട് വളരെ ശുദ്ധ ഭക്തി ചെയ്യായിരുന്നു. അതുപോലെ ഒരു മഹാവൈഷ്ണവൻ. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് നാമാചാര്യ എന്ന് പറഞ്ഞത്. ഹരിനാമത്തിന്റെ ആചാര്യനായിരുന്നു ഹരിദാസ് ഠാക്കൂർ. പക്ഷെ ഭൗതിക രീതിയിൽ കണ്ടാൽ അദ്ദേഹം ഒരു മുസ്ലിം ഫാമിലി, വെരി പുവർ പേഴ്സൺ, ഒന്നുമില്ല, ഒരു റിലേറ്റീവോ ആരും ഇല്ല, ഒരു സിംഗിൾ പേഴ്സൺ, ആൻഡ് എപ്പോഴും ഹരിനാമം മാത്രമേ പറയൂ. ഒരു പ്രോപ്പർട്ടി പോലും അദ്ദേഹത്തിന് ഇല്ല. ആൻഡ് ഹിന്ദുക്കളൊക്കെ അദ്ദേഹം ഒരു വളരെ താഴ്ന്ന ജാതി, അദ്ദേഹത്തിന് തൊടില്ല, അദ്ദേഹത്തിനെ കാണില്ല, സംസാരിക്കില്ല, അങ്ങനെ ഒരു അൺടച്ചബിളെ പോലെ എല്ലാവരും അദ്ദേഹത്തിനെ കണ്ടിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഹരിദാസ് ഠാക്കൂർ അദ്ദേഹം ശാന്തിപൂരിൽ വന്ന് വസിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ അദ്വൈതാചാര്യ അദ്ദേഹം ഒരു ശുദ്ധ വൈഷ്ണവനായതുകൊണ്ട് അദ്ദേഹത്തിന് ഹരിദാസ് ഠാക്കൂറിന്റെ ഗ്രേറ്റ്നെസ്, മഹിമ മനസ്സിലായി. ആൻഡ് അദ്വൈതാചാര്യ ഹരിദാസ് ഠാക്കൂറോട് അസോസിയേഷൻ എടുക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സംഘത്തിൽ പോയി ഇരിക്കാൻ തുടങ്ങി. ഇവർ രണ്ടുപേരും, ഹരിദാസ് ഠാക്കൂർ അദ്വൈതാചാര്യ വീട്ടിലേക്ക് വരും. അപ്പൊ എല്ലാ ആ ഗ്രാമത്തിന്റെ മക്കളൊക്കെ എല്ലാം ഷോക്കായി. ഒരു വലിയ ബ്രാഹ്മണന്റെ വീടിന്റെ അകത്ത് എങ്ങനെ ഇതുപോലെ ഒരു വ്യക്തി കയറി പോകാൻ കഴിയുന്നുണ്ട്? ബിക്കോസ് ആ സമയത്തൊക്കെ ഈ അൺടച്ചബിലിറ്റി സിസ്റ്റം വളരെ സ്ട്രോങ് ആയിരുന്നു. 500 years ago എല്ലാവർക്കും എല്ലാ സ്ഥലത്തും കയറി ചെല്ലാൻ കഴിയില്ല. പക്ഷെ ഹരിദാസ് ഠാക്കൂർ അദ്വൈതന്റെ വീട്ടിലേക്ക് അദ്വൈതനെ ക്ഷണിക്കും. ആൻഡ് രണ്ടുപേരും ഇരുന്ന് കൃഷ്ണകഥ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി, ഓക്കെ, ഹരിദാസ് ഠാക്കൂർ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ്. നമ്മുടെ അദ്വൈതാചാര്യ തന്നെ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഹരിദാസ് ഠാക്കൂർ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ്. അങ്ങനെ ഈ ലോകത്തിന് തന്നെ അദ്വൈതാചാര്യ പറഞ്ഞു, ഒരു വ്യക്തിയുടെ ഔട്ട്സൈഡ് അദ്ദേഹത്തിന് ഭൗതിക ലക്ഷണങ്ങൾ വെച്ച് അദ്ദേഹം ഒരു ഭക്തനാണോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ഭക്തി അത് ഏതൊരു ഭൗതിക വിഷയത്തിലും ബേസ് അല്ല. ഒരു പേഴ്സൺ വളരെ ധനികനാണെങ്കിലും ധനം ഇല്ലാതെ ഉള്ളെങ്കിലും മുസ്ലിം ഫാമിലിയോ ശൂദ്ര ഫാമിലിയോ ബ്രാഹ്മണ ഫാമിലിയോ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാലും
അവർക്ക് നന്നായിട്ട് ഭക്തി ചെയ്യാൻ കഴിയും. അതാണ് കൃഷ്ണ ഭക്തിയുടെ ഒരു സ്പെഷ്യാലിറ്റി. പക്ഷെ നമ്മുടെ ധ്യാന യോഗ, അഷ്ടാംഗ യോഗ, അതോ ജ്ഞാന മാർഗ, വേദത്തിൽ പറഞ്ഞിട്ടുള്ള മാർഗങ്ങളൊക്കെ അത് എല്ലാവർക്കും ചെയ്യാൻ കഴിയതല്ല. ബിക്കോസ് വേദങ്ങൾ ഓൺലി ബ്രാഹ്മണന്മാർക്കേ വായിക്കാൻ കഴിയും. സോ നമ്മുടെ കൃഷ്ണഭക്തി ഹരിനാമ മഹാമന്ത്രം മാത്രമേ എല്ലാവർക്കും അലൗഡ്. ആൻഡ് എല്ലാവർക്കും ഹരിനാമം പറഞ്ഞിട്ട് ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോവാം. സോ അങ്ങനെ ഹരിദാസ് ഠാക്കൂർ അദ്വൈതാചാര്യയുടെ ഒരു ക്ലോസ് ഫ്രണ്ടായി തുടങ്ങി. ഇപ്പോ ഒരു ദിവസം അദ്വൈതാചാര്യ വീട്ടില് അവരുടെ പിതൃക്കളുടെ ശ്രാദ്ധ സെറിമണി ആയിരുന്നു. വർഷത്തിന് ഒരു 1 day in a year ആ തിഥിയില് ഈ ബ്രാഹ്മണന്മാരൊക്കെ അവരുടെ പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധം ചെയ്യും. സോ അത് വളരെ ഒരു സ്പെഷ്യൽ ഇവന്റ് ആണ്. ആൻഡ് വളരെ ശ്രദ്ധപൂർവം ചെയ്യും പിതൃക്കളുടെ ഉദ്ധാരണത്തിന് വേണ്ടി. അപ്പൊ അത് അദ്വൈതാചാര്യ ചെയ്യുന്ന സമയത്ത് ഈ ശ്രാദ്ധ സംസ്കാരത്തിൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതായത് എല്ലാ സംസ്കാരങ്ങളും കഴിഞ്ഞിട്ട് എല്ലാ റിച്വൽസ് ഒക്കെ ചെയ്തിട്ട് ഫൈനലി അവർ പ്രസാദം ഓഫർ ചെയ്യും. ആർക്ക് വേണ്ടി? 3 പ്ലേറ്റ് വെക്കും. ഒന്ന് പക്ഷികൾക്ക് വേണ്ടി, രണ്ടാമത്തേത് വിഷ്ണുയുടെ പ്ലേറ്റ് എന്ന് പറയും. അതെന്താന്ന് വെച്ചാൽ അത് ഭഗവാൻ വിഷ്ണുവിന് ആ പ്ലേറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ആരാണ് കഴിക്കുന്നത്? അവിടെ ആ സൊസൈറ്റിയിലുള്ള ബെസ്റ്റ് ബ്രാഹ്മണന്മാരെ വിളിച്ചിട്ട് അതിൽ ഒരു ബ്രാഹ്മണൻക്ക് ആ പ്രസാദം കൊടുക്കും. അതായത് എന്ത് വിശ്വാസം ഉണ്ടാന്ന് വെച്ചാൽ ഭഗവാൻ വിഷ്ണു ആ ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്ന് ഈ പ്രസാദം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പിതൃ പ്ലേറ്റ്, അതും ഒരു പ്ലേറ്റ് ആ പിതൃക്കൾക്ക് വേണ്ടി. അത് ആര് കഴിക്കുന്നുണ്ടോ പിതൃക്കളൊക്കെ അദ്ദേഹത്തിന്റെ രൂപത്തിൽ വന്ന് അത് എടുത്തോളും. സോ ഈ ശ്രാദ്ധ സിസ്റ്റമിൽ ആ വിഷ്ണു പ്ലേറ്റ്, ഭഗവാൻ വിഷ്ണുവിന് വെച്ചിരിക്കുന്ന ആ ഒരു പ്രസാദം അദ്വൈതാചാര്യ ആർക്ക് കൊടുത്തു? എല്ലാവരും കാണുമ്പോൾ അദ്വൈതാചാര്യ ഹരിദാസ് ഠാക്കൂറിനെ വിളിച്ച് ആ വിഷ്ണു പ്രസാദം കഴിക്കാനായിട്ട് വിളിച്ചു. അപ്പൊ എല്ലാവർക്കും വളരെ ഷോക്കായി. ഈ വിഷ്ണു പ്ലേറ്റ് എന്ന് വെച്ചത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാഹ്മണൻകേ തരാവൂ. പിന്നെ പക്ഷെ അദ്വൈതാചാര്യ അത് ഹരിദാസ് ഠാക്കൂറിന് തന്നു. എന്നിട്ട് ഹരിദാസ് ഠാക്കൂർ അത് കഴിച്ചപ്പോൾ അദ്വൈതാചാര്യ പറഞ്ഞു, ഇപ്പൊ എനിക്ക് തൃപ്തിയായി, ഇപ്പൊ എനിക്ക് മനസ്സിലായി ഭഗവാൻ കൃഷ്ണൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. സോ ഈ ലീല വെച്ച് അദ്വൈതാചാര്യ നമുക്ക് എന്താ കാണിച്ചു കൊടുത്തത്? ഭക്തന്മാരുടെ സന്തോഷത്തിലാണ് ഭഗവാന്റെ സന്തോഷം. അപ്പൊ ഭക്തന്മാരെ നന്നായിട്ട് നമ്മൾ റെസ്പെക്ട് ചെയ്ത് അവർക്ക് എല്ലാ സേവകളും ചെയ്താൽ അത് ഭഗവാന് ഡയറക്റ്റ് ആയിട്ട് പോയി ആ സേവ അവിടെ പോകും. ഇപ്പൊ നമുക്കൊക്കെ അത്രയും ക്വാളിഫിക്കേഷൻ ഇല്ല ഭഗവാനെ ഡയറക്റ്റ് ആയിട്ട് സെർവ് ചെയ്യാനായിട്ട്. ഞാൻ ഡയറക്ട്ലി ഭഗവാന് വേണ്ടി കുക്ക് ചെയ്യും, ഞാൻ ഡയറക്ട്ലി ഭഗവാനെ വേണ്ടി ഡ്രസ് ചെയ്യും. പക്ഷെ ആ ഒരു ക്വാളിഫിക്കേഷൻ നമുക്കില്ല. ഡയറക്റ്റ് നമ്മൾ ഭഗവാന് വേണ്ടി കുക്ക് ചെയ്താലോ ഭഗവാൻ ഡെയിറ്റി വിഗ്രഹത്തിന് വേണ്ടി ഡ്രസ് ചെയ്താലോ നമുക്ക് ആ ഒരു ഭഗവാനെ ഡയറക്റ്റ് ടച്ച് ചെയ്താലോ ഭഗവാനിന് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ഒരു സർവീസ് ചെയ്താലോ അതിൽ എന്തോ ഒരു സുഖം, എന്തോ ഒരു ആനന്ദം കിട്ടുമോ? അത് നമുക്ക് കിട്ടില്ല. എന്താന്ന് വെച്ചാൽ നമുക്ക് ഇന്നും ആ ഒരു ക്വാളിഫിക്കേഷൻ, ആ ലെവലിൽ നമ്മൾ എത്തിയിട്ടില്ല അത് അനുഭവിക്കാനായിട്ട്. പക്ഷേ അതേ സെയിം ആനന്ദം, ആ സെയിം ബ്ലിസ് നമുക്ക് ഭക്തന്മാരെ സർവ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ബിക്കോസ് ഭക്തന്മാർ നമ്മുടെ ആ ലെവലിലേക്ക് അവർ താഴ്ന്നു വരും. ഭക്തന്മാരൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് അവരുടെ മൂഡ് അനുസരിച്ച് നമുക്ക് സർവ് ചെയ്യാം. ഇപ്പൊ ഭഗവാന് വേണ്ടി ഞാൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭഗവാന് എന്ത് ഇഷ്ടമല്ല ഇതുപോലെ വേണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ഭക്തന് വേണ്ടി ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാം. ഭക്തർക്ക് വേണ്ടി ഞാൻ പ്രസാദം സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രഭു ഇത് വേണോ അത് വേണോ, മാതാജി ഇത് വേണോ അത് വേണോ, ഇത് ശരിയാണോ എന്ന് ചോദിച്ച് നമുക്ക് അതുപോലെ അവരുടെ അനുസരിച്ച് അവരുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് സർവ് ചെയ്യാം. സോ ഇതുപോലെ ഭക്തന്മാരെ നന്നായിട്ട് സർവ് ചെയ്താൽ അവർക്ക് തൃപ്തിയാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഭഗവാനെ തൃപ്തിയാവും. അപ്പൊ അതാണ് ഭഗവാനെ സേവ ചെയ്യാനുള്ള ഒരു മാർഗം. ഒരു വൈഷ്ണവൻ ആചാര്യൻ ഒരു ഭജൻ എഴുതിയിട്ടുണ്ട്, ഒരു പാട്ട്. അതില് പാട്ടിന്റെ പേര് എയ്വാറോ കരുണാപുരോ വൈഷ്ണവ ഘോഷായി. അപ്പൊ ആ പാട്ടില് നരോത്തം ദാസ് ഠാക്കൂർ പറയുന്നുണ്ട്, ഗോവിന്ദ,
തോമാര ഹൃദയെ സദാ ഗോവിന്ദ വിശ്രാം. വൈഷ്ണവന്മാരുടെ ഒക്കെ ഹൃദയത്തിൽ ഗോവിന്ദ വിശ്രാം, ഭഗവാൻ ഗോവിന്ദൻ വിശ്രാമം ചെയ്യുന്നുണ്ട്. ഭഗവാൻ അവിടെയാണ്, എല്ലാ ഭക്തന്മാരുടെ ഹൃദയത്തിലും ഉണ്ട്. ആൻഡ് ഗോവിന്ദ കഹേന മോര വൈഷ്ണവ പരാൻ. ആൻഡ് ഞാൻ ഗോവിന്ദനോട് ചോദിച്ചാൽ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, വൈഷ്ണവ പ്രാൺ, എന്റെ പ്രാൺ, എന്റെ ലൈഫ് ആൻഡ് സോൾ ഭക്തന്മാരാണ്. അങ്ങനെ ഭഗവാൻ പറയുന്നുണ്ട്. സോ ഭഗവാൻ സ്വയം തന്നെ പറയുന്നുണ്ട്, എന്റെ ജീവൻ, എന്റെ എല്ലാമാണ് വൈഷ്ണവന്മാർ. ആൻഡ് വൈഷ്ണവന്മാരും അവരുടെ ഹൃദയത്തിൽ ഭഗവാനാണ് ഇരിക്കുന്നത്. സോ വൈഷ്ണവന്മാരെ സെർവ് ചെയ്താൽ അത് ഭഗവാനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഓഫർ ചെയ്യാം. സോ ഇതാണ് അദ്വൈതാചാര്യ ഈ ലീല വെച്ച് കാണിച്ചത്. ഈ ലോകം മുഴുവതും കാണേ അദ്ദേഹം ഒരു വളരെ മെറ്റീരിയൽ വ്യൂ പോയിന്റ്, ഭൗതിക ദൃഷ്ടി വെച്ച് നോക്കിയാൽ വളരെ ലോ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹം സ്ട്രെയിറ്റ് വിഷ്ണുവിന്റെ ആ ഒരു പ്ലേറ്റ്, വിഷ്ണു ഇല തന്നെ അദ്ദേഹം സെർവ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി വൈഷ്ണവന്മാരെ സേവ ചെയ്താൽ അത് ഭഗവാന് ഏറ്റവും ഇഷ്ടമാവും എന്ന്. സോ ഈ ഒരു ലീല ശാന്തിപൂരിൽ വെച്ചാണ് സംഭവിച്ചത്. പിന്നെ വേറൊരു ലീല കൂടി നമുക്ക് കേൾക്കാം. അദ്വൈതാചാര്യ ഈ ലീല സംഭവിച്ചത് നമ്മുടെ ഈ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മായാപൂരിലും അദ്ദേഹം ഒരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ച് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ലീലകളൊക്കെ കണ്ടിട്ട് ശ്രീവാസ് ഠാക്കൂർ, ഗദാധർ പണ്ഡിറ്റ് ഇതുപോലെ ഉള്ള വൈഷ്ണവന്മാരുടെ സംഘത്തിൽ അദ്ദേഹം ഇവിടെ താമസിക്കുകയായിരുന്നു. അതുപോലെ ഒരു സമയം അദ്വൈതാചാര്യ നവദ്വീപ് ധാമിലേക്ക് വന്ന് മായാപൂരിൽ താമസിക്കുമ്പോൾ ഒരു ലീല ഉണ്ടായി. അതെന്താന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭുവിന് ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു വിശ്വരൂപ്. അപ്പോ ഈ വിശ്വരൂപ് അദ്ദേഹം മഹാപ്രഭുവിനെക്കാൾ ഒരു 10-12 വയസ്സ് മൂത്തതായിരിക്കും. സോ ചൈതന്യ മഹാപ്രഭു ചെറിയ കുട്ടിയായപ്പോൾ നമ്മുടെ വിശ്വരൂപ് അദ്ദേഹം ഒരു യങ് ബോയ് ആയിട്ട് അദ്ദേഹം എപ്പോഴും അദ്വൈതാചാര്യാവിന്റെ സംഘത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് അദ്വൈതാചാര്യ വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് വിശ്വരൂപ് തന്നെ സ്വാഭാവികമായിട്ട് വളരെ സിമ്പിളും വളരെ സ്റ്റുഡിയസ്, ശാസ്ത്ര അധ്യയനം ചെയ്യാൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ചെറിയ കുട്ടികൾ പോലെ കളിക്കാനോ എല്ലാവരോടും ചേർന്ന് സംസാരിക്കാനോ അവർ പോവില്ലായിരുന്നു. എപ്പോഴും ഇതുപോലെ മൂത്തവരുടെ സംഘത്തിൽ, ഭക്തന്മാരുടെ സംഘത്തിൽ എപ്പോഴും ശാസ്ത്രം വായിക്കായിരുന്നു വിശ്വരൂപിന് ഇഷ്ടം. അപ്പോ നമ്മുടെ ചൈതന്യ മഹാപ്രഭുയുടെ അച്ഛനും അമ്മയും, അതായത് സച്ചിമാത, ജഗന്നാഥ് മിശ്ര, അവർക്കും വളരെ സന്തോഷമായിരുന്നു നമ്മുടെ മോൻ ഇങ്ങനെ നല്ല നല്ല ഒരു സംഘത്തിലാണ് പോകുന്നത്. സോ വിശ്വരൂപ് അദ്വൈതാചാര്യ എപ്പോ മായാപൂർ വന്നാലും വിശ്വരൂപ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ കുറെ ഭക്തന്മാരൊക്കെ ഉണ്ടാവും. അദ്വൈതാചാര്യ വന്നിട്ടുണ്ടല്ലോ, അപ്പോ ശ്രീവാസ് ഠാക്കൂർ, ഗദാധർ പണ്ഡിറ്റ്, പിന്നെ മുരാരി ഗുപ്ത, ശുക്ലാംബർ ബ്രഹ്മചാരി, ഇതുപോലെ ഈ നവദ്വീപ് ധാമിലുള്ള വൈഷ്ണവന്മാരൊക്കെ ഒരുമിച്ച് അദ്വൈതാചാര്യയുടെ അടുത്ത് വന്ന് അദ്ദേഹത്തിന് അവർ ഭാഗവതമൊക്കെ കേൾക്കായിരുന്നു. അപ്പൊ വിശ്വരൂപവും അവിടെ പോയിട്ട് ഇരുന്നിട്ട് അവരുടെ കൂടെ തന്നെ ഭാഗവതമൊക്കെ കേൾക്കായിരുന്നു. ആൻഡ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇളയതാണ് വിശ്വരൂപ്. അപ്പൊ അദ്വൈതാചാര്യനും ഒരു സ്പെഷ്യൽ അഫെക്ഷൻ ഉണ്ടായിരുന്നു വിശ്വരൂപിനെ പ്രതി. ആൻഡ് അദ്ദേഹം അവർക്ക് സ്പെഷ്യലായിട്ട് ഭാഗവതം, ശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ വിശ്വരൂപ് എപ്പോഴും അവരുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് സച്ചിമാത വീട്ടില് കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ലഞ്ച് റെഡിയാക്കി. പക്ഷേ പുത്രൻ വീട്ടിലില്ല, പുത്രൻ അവിടെയാണ് അദ്വൈതാചാര്യയുടെ വീട്ടില്. അപ്പോ സച്ചിമാത എന്ത് ചെയ്യും, ചെറിയ കുട്ടി നിമായി, 1 year 2 year old, ഒരു വർഷം 2 വർഷം ചെറിയ കുട്ടിയായിരുന്നു നിമായി. ഒരു 5 years യു ക്യാൻ സേ, 5 വർഷം, വളരെ ചെറിയ കുട്ടി, വളരെ സുന്ദരമായിട്ട് എല്ലാവരോടും പെരുമാറി കഴിക്കുന്ന ഒരു കുട്ടിയായിരുന്നു നിമായി. അപ്പൊ സച്ചിമാത നിമായോട് പറയായിരുന്നു, നിമായി നീ പോയിട്ട് നിന്റെ ജ്യേഷ്ഠൻ വിശ്വരൂപിന് വിളിച്ചോണ്ട് വാ, പ്രസാദം റെഡിയാക്കിയിട്ടുണ്ട്, ലഞ്ച് കഴിക്കണ്ടേ, അപ്പോ വിളിച്ചോണ്ട് വാ. അപ്പോ ചെറിയ മഹാപ്രഭു നിമായി പണ്ഡിറ്റ് അദ്ദേഹം അദ്വൈതാചാര്യ വീട്ടിലേക്ക് വരുമായിരുന്നു. വന്നിട്ട് എല്ലാം
വലിയ വലിയ ആൾക്കാരെ എല്ലാം ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ മഹാപ്രഭുവിനെ കേറാൻ സ്ഥലം കിട്ടിയില്ല, ചെറിയ കുട്ടിയല്ലേ. അപ്പൊ അദ്ദേഹം പുറകു വശല ബാക്ക് സൈഡിൽ പോയിട്ട് വിശ്വരൂപിന്റെ അംഗവസ്ത്രം അല്ലെങ്കിൽ വിശ്വരൂപിന്റെ വേഷ്ടി അത് പുൽ ചെയ്യായിരുന്നു. അത് വെച്ച് ഇങ്ങനെ പുൽ ചെയ്തിട്ട് വാ അമ്മ വിളിക്കുന്നുണ്ട്, ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ട്, വാ കഴിക്കാൻ വാ. അപ്പോ ഇവിടെ എല്ലാ പണ്ഡിതന്മാരും വലിയ വിദ്വാനൊക്കെ ഇരുന്നിട്ട് ഭക്തന്മാരൊക്കെ ഇരുന്നിട്ട് ഭാഗവതം വായിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു ചെറിയ കുട്ടി വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും നിമായനെ കാണും, എന്താ ഡിസ്റ്റർബ് ചെയ്യുന്നത്. പക്ഷെ അദ്വൈതാചാര്യ ഈ വലിയ വലിയ ഭക്തന്മാരൊക്കെ നിമായനെ കാണുമ്പോ അവർക്ക് എന്തോ ഒരു അട്രാക്ഷൻ പോലെ. വളരെ ചെറിയ കുട്ടി, പക്ഷെ അദ്ദേഹത്തിന്റെ ദേഹം മുഴുവനും ഒരു സ്വർണത്തിന്റെ ഒരു നിറം, നല്ല ആൻഡ് വളരെ ബ്രില്യൻറ്റ്. അദ്ദേഹത്തിന്റെ ആ ഒരു എഫൽജൻസ്, ആ ഒരു പ്രകാശം വളരെ സ്ട്രോങ് ആയിരുന്നു. സോ നല്ലൊരു ഗോൾഡൻ എഫൽജൻസോടെ ഒരു ചെറിയ പയ്യനും വളരെ സുന്ദരമായിട്ടുള്ള ഒരു കണ്ണും എല്ലാ ഫീച്ചേഴ്സും വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും ഈ ഭക്തന്മാർക്കൊക്കെ സ്വാഭാവികമായിട്ട് അവരുടെ ഹൃദയം ചൈതന്യ മഹാപ്രഭു പറ്റി പോയി. അപ്പൊ അവരൊക്കെ എസ്പെഷ്യലി അദ്വൈതാചാര്യ ആലോചിക്കായിരുന്നു, ഈ കുട്ടി ആരാണ്? നമ്മളൊക്കെ ഭഗവാന്റെ ലീല വായിക്കുന്നുണ്ട്. എപ്പോഴും ഏതൊരു സുന്ദര വസ്തു വന്നാലും എന്റെ മനസ്സ് അതിനെ പ്രതി പോയിട്ടില്ല. എപ്പോഴും എന്റെ മൈൻഡ് ഭഗവാന്റെ ചരണത്തിൽ തന്നെയാണ്. പക്ഷെ ഈ ഒരു ചെറിയ കുട്ടി വരുമ്പോൾ മാത്രം എന്റെ മൈൻഡ് ഈസ് ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടുവേർഡ്സ് നിമായി. അത് എങ്ങനെയാ സംഭവിക്കുന്നത്? ഈ നിമായി എന്താ ഒരു സ്പെഷ്യൽ പേഴ്സൺ? ഇതാവോ ഭഗവാൻ? മേ ബി ഞാൻ വിളിച്ചിട്ട് ഭഗവാൻ നിമായായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അദ്വൈതാചാര്യന് ഒരു സംശയം തോന്നാൻ തുടങ്ങി. അങ്ങനെ അദ്വൈതാചാര്യ നിമായ പണ്ഡിറ്റ് ഒരു സ്പെഷ്യൽ വ്യക്തിയായിട്ട് കാണാൻ തുടങ്ങി, അദ്ദേഹത്തോടെ സംഘം എടുക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ വിശ്വരൂപ് തിരിച്ച് അമ്മയുടെ വീട്ടിലേക്ക് വരും. സോ അങ്ങനെ ഇത് പോവായിരുന്നു. അപ്പൊ ഈ വിശ്വരൂപിന്റെ ഈ അദ്വൈതാചാര്യയുടെ കൂടെ സംഗമം വെച്ച് വിശ്വരൂപിന് ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ ഇൻട്രസ്റ്റ് ഒക്കെ പോയി. വിശ്വരൂപിന്റെ തീരുമാനം എന്തായിരുന്നു? ഞാൻ അദ്വൈതാചാര്യയുടെ കൂടെ തന്നെ ഗ്രന്ഥങ്ങളൊക്കെ നന്നായിട്ട് വായിച്ചിട്ട് നല്ല ഒരു ഭക്തനായിട്ട് ഒരു ശ്രേഷ്ഠ പണ്ഡിതനായിട്ട് വന്നിട്ട് സന്യാസം എടുക്കാം എന്ന് വിശ്വരൂപ് തീരുമാനിച്ചു. അപ്പോ സച്ചിമാത, ജഗന്നാഥ് മിശ്ര അവർക്ക് ആദ്യം വളരെ സന്തോഷമായിരുന്നു, നമ്മുടെ പുത്രൻ നല്ല നല്ല ഒരു സംഘത്തിലാണ് പോകുന്നത് എന്ന്. പക്ഷെ കുറച്ചായിട്ട് മനസ്സിലായി വിശ്വരൂപിന് ഈ ഭൗതിക ജീവിതം തന്നെ മടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരത് തീരുമാനിച്ചു, ഇങ്ങനെ വിട്ടാ ഇദ്ദേഹം സന്യാസം എടുത്തു പോവും, നമുക്ക് വിശ്വരൂപിനെ വേഗം കല്യാണം കഴിച്ചു വിടാം എന്ന് തീരുമാനിച്ച് അവർ പെണ്ണ് നോക്കാൻ തുടങ്ങി. ഈ ന്യൂസ് എങ്ങനെയോ വിശ്വരൂപിന്റെ ചെവിയിലെത്തി. ആൻഡ് വിശ്വരൂപ് എന്താ തീരുമാനിച്ചു, ഞാൻ ഇന്നും ഇവിടെ വീട്ടിൽ നിന്നാൽ എനിക്ക് കല്യാണം ഉറപ്പിക്കും. അതുകൊണ്ട് വിശ്വരൂപ് വീട് വിട്ടു പോയിട്ട് സന്യാസം എടുത്തു. ഈ ന്യൂസ് കേട്ടപ്പോൾ സച്ചിമാതാവിന് വളരെ ദുഃഖം വന്നു. ആൻഡ് വളരെ ജഗന്നാഥ് മിശ്ര സച്ചിമാതാവിന് വളരെ ദുഃഖം വന്നു. ആൻഡ് അവര് വളരെ വിഷമിച്ചു. ആൻഡ് അവർക്ക് എല്ലാം പോയതുപോലെ അവരുടെ ഒരു ജ്യേഷ്ഠപുത്രനെ അവർ കല്യാണം കഴിച്ച് വീട്ടിൽ വെക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം വീട് വിട്ടു പോയി. അപ്പോ സച്ചിമാതാവിന് വളരെ ദേഷ്യം വന്നു അദ്വൈതാചാര്യ പ്രതി. ഈ അദ്വൈതാചാര്യയുടെ കൂടെ പോയത് കൊണ്ടാണ് എന്റെ മകന് എപ്പോഴും ശാസ്ത്രം പഠിച്ചിട്ട് ഇപ്പോ അദ്ദേഹത്തിന് ഭൗതിക ജീവിതം തന്നെ മടുത്തു പോയി, ഇങ്ങനെ സന്യാസം എടുത്തു. അതുകൊണ്ട് സച്ചിമാത എന്ത് തീരുമാനിച്ചു, നമ്മുടെ നിമായിക്ക് ഞാൻ സ്കൂളില് അയക്കില്ല, സ്കൂൾ സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ ശാസ്ത്രങ്ങളൊക്കെ വായിച്ചാലല്ലേ ഭൗതിക ജീവിതത്തിനെ കുറിച്ചും അത് എത്ര ഡേഞ്ചറസ് ആണ് എന്ന് അവർക്ക് മനസ്സിലായിട്ട് അവർ ഇങ്ങനെ സന്യാസിയായിട്ട് പോവും. അപ്പൊ ഞാൻ ചൈതന്യ മഹാപ്രഭുവിനെ സ്കൂളിലേക്ക് തന്നെ അയക്കില്ല എന്ന് സച്ചിമാത തീരുമാനിച്ചു. പിന്നെ ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു? അപ്പോ ചൈതന്യ മഹാപ്രഭുവിന് പഠിക്കാൻ വളരെ എക്സ്പേർട്ട് ആയിരുന്നു ചൈതന്യ മഹാപ്രഭു. അദ്ദേഹത്തിന് സ്കൂളിലേക്ക് പഠിക്കണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ചൈതന്യ മഹാപ്രഭു ഒരു ദിവസം എന്ത് ചെയ്തു, ആ സമയത്തൊക്കെ വീട്ടിലൊക്കെ കുക്കിംഗ് ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ വീട്ടിലെ ഈ എവർ സിൽവറോ അതോ ബ്രാസിന്റെ വെസൽസ് ഒക്കെ ഉണ്ടായിരുന്നില്ല. ഈ ബ്രാഹ്മണന്മാരുടെ ഒക്കെ വീട്ടില് 500 years ago എല്ലാം മൺപാത്രമായിരുന്നു.
അപ്പൊ അവർ എന്ത് ചെയ്യും? മൺപാത്രത്തിൽ കുക്ക് ചെയ്യും, ഓഫർ ചെയ്യും, അതിലെ പ്രസാദം കഴിച്ചിട്ട് ആ പോട്ട് അവർ ത്രോ ചെയ്യും, കളയും. എന്നിട്ട് പുതിയ പോട്ടിൽ ഇത് കുക്ക് ചെയ്യും. സോ അവർ ആ മൺപോട്ടിൽ തന്നെ വാഷ് ചെയ്ത് വെക്കില്ല. അത് അത് ത്രോ ചെയ്യും. ഒരു പ്രാവശ്യം കുക്ക് ചെയ്താൽ അത് ത്രോ ഇങ്ങനെ പോകും. അപ്പൊ അതുപോലെ വീടിന്റെ പുറകു വശത്ത് ഈ ഡേർട്ടി പോട്ട്സ് കുക്ക് ചെയ്തിട്ട് കളയാൻ വെച്ചിരിക്കുന്ന പോട്ടൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. അത് കുറെ ആവുമ്പോൾ അത് പുറത്ത് പോയിട്ട് ത്രോ ചെയ്യും. അപ്പൊ ആ ഡേർട്ടി പോട്ട്സ് ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ചൈതന്യ മഹാപ്രഭു ഒരു ദിവസം അവിടെ പോയിട്ട് ആ എല്ലാം മൺപാത്രങ്ങൾ വെച്ചിട്ട് ആ സ്ഥലത്തിന് മേലെ ഇരുന്നിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സച്ചി മാത പോയിട്ട് മഹാപ്രഭു വിളിച്ചു, ഇറങ്ങി വാ, അത് ഒരു നല്ല സ്ഥലമല്ല, അത് ബാഡ് പ്ലേസ് ആണ്. അവിടെ എല്ലാ ഇതൊക്കെ ലൈക്ക് വെരി ഡേർട്ടി പോട്ട്സ് ആണ്, ഇത് മൂച്ചിയാണ്, സോ അൺക്ലീൻ കണ്ടാമിനേറ്റഡ് പ്ലേസ് ആണ്, അവിടെ പോறது ഇവിടെ വാ എന്ന് പറഞ്ഞു. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നീ എന്നെ സ്കൂളിലേക്ക് വിട്ടില്ല എങ്കിൽ ഞാൻ പഠിച്ചാലല്ലേ എനിക്ക് മനസ്സിലാവും ഏത് ശുദ്ധമാണ് ഏത് അശുദ്ധമാണെന്ന്. എന്നെ സ്കൂളിലേക്ക് തന്നെ നീ പോവാൻ അനുവദിക്കുന്നില്ല. അപ്പൊ ഞാൻ എങ്ങനെ പഠിക്കും ഏത് നല്ല വസ്തുക്കളാണ് ഏത് ചീത്ത വസ്തുക്കളാണ് എന്ന് എനിക്കിങ്ങനെ മനസ്സിലാവും. അപ്പൊ അങ്ങനെ മഹാപ്രഭു വാശി പിടിച്ചപ്പോൾ സച്ചിമാത പറഞ്ഞു, ശരി, തിരിച്ച് സ്കൂളിലേക്ക് പോവാം. സോ ഇങ്ങനെ വളരെ സ്വീറ്റ് പാസ്റ്റ് ടൈംസ് ഒക്കെ നമ്മുടെ ഈ നവദ്വീപ് ധാമിൽ നടന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ വെച്ച് തന്നെ അവസാനിക്കാം. അദ്വൈതാചാര്യന്റെ ഈ ലീലകളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇന്ന് വൃന്ദാവൻ ദാസ് ഠാക്കൂറിന്റെ ആവിർഭാവ ദിവസം ആയതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ചു നേരം കേൾക്കാം. ഹരേ കൃഷ്ണ മാതാജി, ഒരു Yes. ഒരു- ഒരു ഇപ്പൊ ആ ശ്ലോകത്തിന്റെ മുൻപത്തെ ശ്ലോകം പിന്നെ ഒരു വലിയ പർപ്പോട്ട് ഉണ്ട്. അതിലെ നിമിത്തമും ഉപാദാന കാരണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അദ്വൈതാചാര്യ മഹാവിഷ്ണുവും മഹാദേവന്റെ അവതാരമാണ്. ഓക്കെ, സോ മഹാവിഷ്ണുവാണ് ഏതൊരു കാര്യം സൃഷ്ടി ചെയ്യാനായിട്ടും രണ്ട് കാരണങ്ങൾ വേണം, നിമിത്ത കാരൺ ഉപാദാന കാരൺ. ഓക്കെ, പ്രഭുവിന്റെ നിമിത്തം എന്താണ് ഉപാദാനം എന്താണ് അറിയാം. സോ മഹാവിഷ്ണുവാണ് നിമിത്ത കാരണം. ഓക്കെ, ആൻഡ് മഹാവിഷ്ണുവിന്റെ ആ ഒരു ദൃഷ്ടി, മഹാവിഷ്ണു എങ്ങനെ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഭൗതിക ലോകം? മഹാവിഷ്ണു മായാദേവി മേൽ ദൃഷ്ടി വെക്കുന്നുണ്ട്. അപ്പൊ മഹാവിഷ്ണുവിന്റെ ആ ഒരു ദൃഷ്ടി, ആ ദൃഷ്ടി എന്താണ്? അത് മഹാദേവനാണ്. അപ്പൊ മഹാദേവൻ വഴി അദ്ദേഹം മായാദേവിയെ കാണുന്നുണ്ട്. ആ ദൃഷ്ടിയിലൂടെ മായാദേവിനെ ശക്തി തരുന്നുണ്ട് സൃഷ്ടി ചെയ്യാനായിട്ട്. സോ ആ ഒരു ഈക്ഷണ, ആ ഒരു ദൃഷ്ടി മഹാദേവനാണ്. സോ ആ ദൃഷ്ടിയാണ് ഉപാദാന കാരണം. സോ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ, അദ്വൈതാചാര്യ ആണ് മഹാദേവൻ, അതുകൊണ്ട് മഹാവിഷ്ണുവാണ് നിമിത്ത കാരണം, നമ്മുടെ അദ്വൈതാചാര്യാണ് ഉപാദാന കാരണം. അങ്ങനെ ഈ സൃഷ്ടി ചെയ്യുന്നുണ്ട്. മഹാതത്വത്തിന് കാരണം വിഷ്ണുദേവനും മഹാവിഷ്ണുവും ആ ദൃഷ്ടിയിലൂടെ പ്രകൃതി ചലിക്കുന്നത് ശിവന്റെ കാരണം കൊണ്ടാണ്. കറക്റ്റ്. ഹരേ കൃഷ്ണ. താങ്ക് യു.
വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? മാതാജി പാരണ വീടുന്ന എപ്പോഴാണ് മാതാജി? ഉം? പാരണ വീടുന്ന എപ്പോഴാണെന്ന് അറിയാം. ഞാൻ ശരിക്കും സമയം കേട്ടിട്ടില്ല. 4:55 to സംതിങ് അറൌണ്ട് 9. 9 മണി ശേഷം വരെ ഉണ്ട്. അത് മായാപൂരിന്റെ ടൈം. കേരളത്തിന്റെ ടൈം എനിക്കറിയില്ല. 6:22 മുതൽ തുടങ്ങും. 6:22. ഓക്കെ. ഓക്കെ. സോ ഇന്ന് വൃന്ദാവൻ ദാസ് ഠാക്കൂറിന്റെ ആവിർഭാവ ദിവസമാണ്. സോ വൃന്ദാവൻ ദാസ് ഠാക്കൂർ ആരാണ്? വൃന്ദാവൻ ദാസ് ഠാക്കൂർ അദ്ദേഹം ഒരു വൈഷ്ണവൻ ആചാര്യൻ ആണ്. മഹാപ്രഭുവിന്റെ സമയത്തിന് കുറച്ച് ശേഷം ജനിച്ച വ്യക്തിയാണ്. ആൻഡ് ഈ നവദ്വീപ് ധാമിൽ തന്നെ ജനിച്ചു അവതാരം ചെയ്തു. അദ്ദേഹം ചൈതന്യ ഭാഗവത് എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിലൂടെ ചൈതന്യ ചരിതാമൃതത്തിനെ പോലെ തന്നെ ചൈതന്യ ഭാഗവത് ചൈതന്യ മഹാപ്രഭുയുടെ ഫുൾ ലൈഫിന്റെ ഒരു സമറി കൊടുക്കുന്നുണ്ട്. ചൈതന്യ ചരിതാമൃതം പിന്നീട് വന്ന ഒരു ഗ്രന്ഥമാണ്. ആദ്യം ഉണ്ടായിരുന്ന മഹാപ്രഭുവിന്റെ ലൈഫ് ചൈതന്യ ഭാഗവത്തിലാണ്. ഫസ്റ്റ് എഴുതിയ ബുക്ക് ചൈതന്യ ഭാഗവതാണ്. അത് എഴുതിയത് വൃന്ദാവൻ ദാസ് ഠാക്കൂറാണ്. അതുകൊണ്ട് എല്ലാവരും പറയുന്നുണ്ട് വൃന്ദാവൻ ദാസ് ഠാക്കൂർ ശ്രീ വ്യാസദേവന്റെ അവതാരമാണ്. വ്യാസദേവന്റെ അവതാരം. ആൻഡ് വൃന്ദാവൻ ദാസ് ഠാക്കൂർ സാക്ഷാത് നിത്യാനന്ദ പ്രഭുയുടെ ശിഷ്യനായിരുന്നു. ആൻഡ് നിത്യാനന്ദ പ്രഭു ഓർഡർ ചെയ്തിട്ടാണ്, നിത്യാനന്ദ പ്രഭു ആദേശം പടിയാണ് വൃന്ദാവൻ ദാസ് ഠാക്കൂർ ചൈതന്യ മഹാപ്രഭുയുടെ ലീലകളൊക്കെ എഴുതാൻ തുടങ്ങി. ആൻഡ് അതിന് ചൈതന്യ ഭാഗവത് എന്ന പേര് വെച്ചു. അദ്ദേഹം ജനിച്ചത് ഒരു വളരെ സ്പെഷ്യൽ പാസ്റ്റ് ടൈം ആണ്. ശ്രീവാസ് ഠാക്കൂറിനെ കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തപ്പോൾ ഞാൻ ഈ ലീല പറഞ്ഞിട്ടുണ്ട്. അതായത് ചൈതന്യ മഹാപ്രഭു ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടില് ശ്രീവാസ് ഠാക്കൂറുടെ ബ്രദറുടെ മോൾ ആണ് നാരായണി ദേവി. അപ്പൊ ആ കൊച്ചു കുട്ടീനെ മഹാപ്രഭു അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു വെറ്റില അത് പ്രസാദമായിട്ട് ആ കൊച്ചിന് തന്നു. അത് കഴിച്ചിട്ട് നാരായണി ഹരിനാമം പറയാൻ തുടങ്ങി. അത് സ്റ്റോപ്പ് ചെയ്തിട്ടേ ഇല്ല. ഡയറക്റ്റ് കൃഷ്ണപ്രേം തന്നെ ആ കൊച്ചിന് മഹാപ്രഭു പ്രസാദമായിട്ട് തന്നു. ആൻഡ് അങ്ങനെ ചൈതന്യ ഭഗവാൻ സാക്ഷാ ചൈതന്യ മഹാപ്രഭുയുടെ പ്രസാദം കഴിച്ചിട്ട് പിന്നെ ആ നാരായണി ദേവിക്കാണ് വൃന്ദാവൻ ദാസ് ഠാക്കൂർ കുഞ്ചായിട്ട് ജനിച്ചത്. സോ അതുപോലെ ഒരു ഫാമിലി ശ്രീവാസ് ഠാക്കൂറിന്റെ വംശത്തിൽ വന്ന ഒരു ആചാര്യാണ് വൃന്ദാവൻ ദാസ് ഠാക്കൂർ. അദ്ദേഹം നാരായണി ദേവിയുടെ മോനായിട്ട് അവതാരം ചെയ്ത് ഇവിടെ നവദ്വീപ് ധാമിൽ തന്നെ വളർന്നു. ഇവിടെ ഉള്ള ഭക്തന്മാരെ കുറിച്ച് അവരുടെ അടുത്തിന് അദ്ദേഹം മഹാപ്രഭുവിന്റെ ലീലകളൊക്കെ കേട്ടിട്ട് അതൊക്കെ ഗ്രന്ഥത്തിൽ എഴുതി. അതുകൊണ്ട് ആ ചൈതന്യ ഭാഗവത് ഗ്രന്ഥത്തിൽ മഹാപ്രഭു സന്യാസ് എടുക്കുന്നതിന് മുൻപ് ഈ നവദ്വീപ് ധാമിൽ ചെയ്ത ലീലകളൊക്കെ വളരെ വിവരമായിട്ട്, വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ മഹാപ്രഭു സന്യാസ് എടുത്ത ശേഷം പൂരിയിൽ പോയി ചെയ്ത ലീലകളൊക്കെ വളരെ സമ്മറി ഫോമിൽ വളരെ ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചൈതന്യ ചരിതാമൃത ഗ്രന്ഥത്തിൽ നേരെ മറിച്ചാണ്. മായാപൂർ ലീലകളൊക്കെ വളരെ സമ്മറി ഫോമിലും പൂരിയിൽ വെച്ച് സംഭവിച്ച ലീലകളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചൈതന്യ ഭാഗവത് ചൈതന്യ ചരിതാമൃത ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഒരുമിച്ച് വായിച്ചാൽ നമുക്ക് മഹാപ്രഭുയുടെ ജീവിതത്തിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാവും. സോ അതുകൊണ്ട് വൃന്ദാവൻ ദാസ് ഠാക്കൂറോട് നമ്മൾ എന്നും കൃതജ്ഞനാണ്. ഇതുപോലെ ഒരു ഗ്രന്ഥം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ ഭാവവും മഹാപ്രഭുവിന്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് സോ അതുകൊണ്ട് നമ്മൾ എന്നും വൃന്ദാവൻ ദാസ് ഠാക്കൂർ പ്രതി ഗ്രേറ്റ്ഫുൾ ആണ്. വൃന്ദാവൻ ദാസ് ഠാക്കൂർ की जय. നമുക്ക് ഇന്ന് ഇവിടെ അവസാനിക്കാം. ഹരേ കൃഷ്ണ മാതാജി. മാതാജി തന്നെ ചൈതന്യ ഭാഗവതവും ചൈതന്യ ചരിതാമൃതവും രണ്ടും എടുക്കാമോ?